അച്ഛമ്മേ, അച്ഛമ്മേ എഴുന്നേക്ക്. എന്താ മോളെ ഈ രാത്രിയിൽ? അച്ഛമ്മേ, ആകാശിന്റെ ഫോൺ വന്നിരുന്നു. ആകാശും പ്രണവും കൂടി എന്റെ ഡിവോഴ്സ് നടത്താനിരുന്ന വക്കീലില്ലേ, അയാളുടെ ഓഫീസിലേക്ക് ചെന്നിരിക്കുന്നു. അവിടെ അവര് കുടുങ്ങിപ്പോയിന്ന് സെക്യൂരിറ്റി രണ്ടുപേരെ ലോക്ക് ചെയ്തു. എന്റെ ഈശ്വര, ഇതെന്താ ഇത്? ഇനി വാച്ച്മാൻ പോലീസിനെ വിളിച്ചാലോ? പോലീസിനെ വിട്, അവരെ തനുവിനെ വിളിച്ചാൽ എന്ത് ചെയ്യും? അവരെന്തിനാ അവിടെ പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അതും എന്നോടൊരു വാക്ക്. അച്ഛമ്മേ, നിങ്ങൾക്കറിയായിരുന്നോ? പ്ലീസ് പ്ലീസ് എന്നോട് പറയൂ, ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചേച്ചി എന്നോട് പറഞ്ഞതല്ലേ ചേച്ചിയുടെ അവകാശത്തിന് വേണ്ടി പോരാടുമെന്ന്. ഞാനത് എല്ലാവരോടും പറഞ്ഞു. ആ സമയത്ത് പ്രണവേട്ടൻ ഒരു പ്ലാൻ പറഞ്ഞു. നമ്മൾ അവിടുന്ന് ആ ഡൈവോഴ്സ് പേപ്പർ മോഷ്ടിക്കുവാണെങ്കിൽ പിന്നെ തനുവിനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അപ്പൊ ഡിവോഴ്സും നടക്കില്ല, ആ തനുവിന്റെ കല്യാണവും നടക്കില്ല. ആകാശും പ്രണവേട്ടനും ആ ഡിവോഴ്സ് പേപ്പർ മോഷ്ടിക്കാൻ പോയതാ. പക്ഷേ രാജു, ഇത്രയും വലിയൊരു കാര്യം അതും എന്നോട് ചോദിക്കാതെ ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചി അവര് ചേച്ചിയെ കാണാൻ വന്നതാ. അപ്പൊ ചേച്ചി അഭിയേട്ടനൊപ്പമായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി ഒന്നും പറയാതെ പോയതാ. അതാ. അത് പിന്നെ എനിക്ക് പ്രിയേച്ചിയോട് ഒന്ന് സംസാരിക്കണമായിരുന്നു. പറയൂ പ്രണവ്. ഇല്ല, അത് പിന്നെ കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. പിന്നെ പ്രിയേച്ചി സമയം കിട്ടുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ അപ്പോ വന്നിട്ട് കാര്യം എന്താന്ന് വെച്ചാൽ പറയാം പ്രിയേച്ചി. ഇപ്പോ സമയം അത്ര ശരിയല്ല. എനിക്ക് എങ്ങനെ അറിയാം അവർ ഇത് പറയാനാ വന്നതെന്ന്? മോളെ, അവർ നിന്നെ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്. അവരുടെ രീതി തെറ്റാണെങ്കിലും ലക്ഷ്യം ശരിയല്ലേ. ഇപ്പൊ ഏതായാലും ഇതല്ലാതെ മറ്റൊരു മാർഗം അവർക്കുണ്ടാവില്ല. അച്ഛമ്മ, ഇപ്പൊ അവരവിടെ കുടുങ്ങി കിടക്കുക. എനിക്കിപ്പോ അവരെങ്ങനെ രക്ഷിക്കണമെന്ന് അറിയില്ല. പക്ഷെ ചേച്ചി എന്തെങ്കിലും ചെയ്തല്ലേ മതിയാകൂ. പ്ലീസ് എന്തെങ്കിലും ചെയ്ത് ചേച്ചി അവരെ അവിടെ നിന്ന് രക്ഷിക്കു ചേച്ചി, പ്ലീസ്. രക്ഷിക്കാൻ വേണ്ടി എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. ഇതിപ്പോ മറ്റുള്ളവരുടെ കാര്യമല്ലല്ലോ. ഇനി അദ്ദേഹം അറിയുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും അച്ഛമ്മ. ഞാനും നിന്റെ കൂടെ വരാം. വേണ്ട വേണ്ട അച്ഛമ്മ, അച്ഛമ്മ വരണ്ട. ഞാൻ പറയുന്ന കേക്കൂ. ഇപ്പൊ തന്നെ പ്രണവും ആകാശവും എന്റെ ഒപ്പമാണെന്ന് തനുവിന് നന്നായിട്ട് അറിയാം. ഇനിയിപ്പൊ അച്ഛമ്മയെ കൂടെ എന്റെ ഒപ്പം കണ്ടാൽ അവൾക്ക് മനസ്സിലാകും അച്ഛമ്മയും എന്റെ സൈഡാണെന്ന സത്യം. എനിക്ക് വേണ്ടി ഇനിയും ആരെ അപകടത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ ശത്രുക്കളെ നേരിടാൻ വേണ്ടി അച്ഛമ്മ സ്വയം മറ്റുള്ളവരുടെ ശത്രു ആവണ്ട. How dare you? നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട് എന്റെ ലോയറിന്റെ ഓഫീസിൽ കയറാൻ? എന്തിനാ വന്നത്? മോഷ്ടിക്കാനാ? ഞാൻ കരുതി മനുഷ്യത്വം മാത്രമാണ് നീയും പ്രിയയും തമ്മിലുള്ളതെന്ന്. ബുൾബുൾ അവളുടെ സഹോദരി ആയതുകൊണ്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുമെന്ന്. പക്ഷെ നിന്റെ വൃത്തികെട്ട പെരുമാറ്റം കണ്ടപ്പോ മനസ്സിലായി അവളുടെ എല്ലാ പ്ലാനിലും നീ ഉണ്ടെന്ന്. ഇപ്പൊ നിന്റെ കള്ളം വെളിച്ചത്തിലായി. ഇനി നിനക്ക് ശിക്ഷയും ലഭിക്കും. എന്ത് മോഷ്ടിക്കാന പ്രണവ് നീ വന്നത്? അബിയുടെയും പ്രിയയുടെയും ഡിവോഴ്സ് പേപ്പേഴ്സ് ആണോ? നീ എപ്പോഴും പ്രിയയ്ക്കൊപ്പമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പെരുമാറ്റവും അത് തെളിയിച്ചു. അത് പിന്നെ അങ്ങനാണല്ലോ. നമുക്കിഷ്ടമുള്ളത് നമ്മൾ എല്ലാവരെയും നിന്ന് ഒളിച്ചു വെക്കും. ചില മനുഷ്യർ അങ്ങനെ തന്നെ. എന്നിട്ട് നമ്മുടെ അടുത്തുള്ളവർ തന്നെ അതിനെ മോഷ്ടിക്കും. അതിനെയാണ് നമ്മൾ പറയാറ് കള്ളൻ കപ്പലിൽ തന്നെയെന്ന്. കള്ളൻ ശരിക്കും നീയാണ്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താന്ന് വെച്ചാൽ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് എന്നോട് ചെയ്യില്ലായിരുന്നു. നീ എന്നെ നിന്റെ ഫ്രണ്ടാണെന്നല്ലേ പറയുന്നത്. എന്നിട്ട് നീ നിന്റെ കൂട്ടുകാരനെ പിന്നീന്ന് കുത്തിയിരിക്കാല്ലേ? യു നോ വാട്ട്? ഇതുവരെ ഞാൻ മിണ്ടാതിരുന്നത് പ്രിയേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇനി ഞാൻ മിണ്ടാതിരിക്കാൻ പോകുന്നില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിനക്ക് വട്ടാണോ? കള്ളന്റെ അടുത്താണോ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? പിന്നെ പ്രണവ്, ഫ്രണ്ട്ഷിപ്പിൽ ചതി ചെയ്തത് ഇവനല്ല, ചതി ചെയ്തത് നീയാണ്. പിന്നിൽ നിന്ന് കുത്തിയത് നീയാണ്. ഇവന്റെ ശത്രുവിന്റെ ഒപ്പം നിന്ന് ഇപ്പോ നീ അബിയോട് ശത്രുത കാണിക്കുന്നു.
നിങ്ങൾ പ്രിയയുടെ കേസ് തീർക്കാൻ വന്നതല്ലേ? ഇനി കേസ് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിലായിരിക്കും. പക്ഷെ എന്തായാലും നന്നായി. പ്രിയയുടെ ടീമിനെ കുറിച്ച് എനിക്കിപ്പോ വളരെ നന്നായിട്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അഭിയുടെ മുന്നിൽ ഡ്രാമ കാണിക്കുന്നവരുടെ സത്യാവസ്ഥയെല്ലാം എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്ത കള്ളത്തരത്തിന് ശിക്ഷയും കിട്ടും. നിങ്ങൾ രണ്ടുപേരും ജയിലിലോ. Just shut up, തനു. ഓ ഗോഡ്, പ്രണവ് സത്യം എങ്ങാനും പറഞ്ഞ ഈ തനു ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളുടെയും പുറകെ ഞാനും ഉണ്ടായിരുന്നെന്ന് എല്ലാവരും അറിയും. എൻട്രി നടന്നതുപോലെ തന്നെ എക്സിറ്റ് നടക്കും. നീ ശരിക്കും കുടുങ്ങിയല്ലോ ആലിയ. തനുവിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. എങ്ങനെ പോയാ പ്രണവിന്റെ മുന്നിൽ മോശക്കാരിയായി മാറും. ഇനി പ്രണവിനെ ഹെൽപ്പ് ചെയ്യാൻ പോയാ തനു എന്നോട് ശരിക്കും പിണങ്ങും. Damn it. എന്ത് ചെയ്യാനോ? പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ, സഖിയെ നീ കാണുന്നോ എൻ മിഴിയിൽ നിറയും നൊമ്പരം, ഇന്നും ഓർക്കുന്നു വീണ്ടും ഓർക്കുന്നു അന്ന് നാം തങ്ങളിൽ തിരിയും രാവ്. ഇന്നും ഓർക്കുന്നു ഞാൻ, എന്നും ഓർക്കുന്നു ഞാൻ, അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. പ്രിയ, 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 ഇനി ശരിക്കും എന്നോട് പറയാതെ പോയോ? ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുകയും ചെയ്തു, അത് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ശരിക്കും ഇവള് എന്നോട് പറയാതെ പോയോ? ഇല്ല പ്രണവ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് വേണ്ടി ഇത്ര വലിയൊരു റിസ്ക് ഞാൻ ബുൾബുളിനോട് എന്ത് പറയും? അല്ല, നീ എങ്ങനെ തനു കള്ളത്തരത്തെ കുറിച്ചൊക്കെ പറയുന്നത്? നീ തന്നെ സ്വയം കള്ളിയല്ലേ, പേരും കള്ളി. By the way, you know what? നീ വളരെ ലക്കിയാണ് തനു, ലക്കി. അഭി നിന്റെ സത്യത്തെ കുറിച്ച് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ നിന്റെ അവസ്ഥ ഇങ്ങനൊന്നും ആയിരിക്കില്ലായിരുന്നു. നിന്നെ പോലൊരു വൃത്തികെട്ട പെണ്ണിനോട് അവൻ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. നിനക്കറിയാലോ, നല്ലവരോട് അഭി എപ്പോഴും നല്ലവനായിരിക്കും, പക്ഷെ മോശപ്പെട്ട ആൾക്കാരോട് അവന് മോശമായിട്ടായിരിക്കും പെരുമാറുക. ഈ സ്വപ്നം നീ നിന്റെ പാർട്ട്ണറിന്റെ ഒപ്പം ജയിലിൽ പോയി കണ്ടാ മതി. നിക്ക്, പോലീസിനെ വിളിക്കൂ. വക്കീലിന്റെ ഓഫീസിൽ 2 കള്ളന്മാരെ പിടിച്ചു എന്ന് പറയൂ. രാത്രി മുഴുവൻ അടി കിട്ടിയാലേ ഇവർക്ക് ബുദ്ധി വരൂ. വേണ്ട തനു, ഞാൻ ഇവരെ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആഫ്റ്റർ ഓൾ, ഒരു സമയത്ത് ഇവനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. എന്റെ സുഹൃത്തായിരുന്നു. ഇവനു വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ആ ഒരു കൺസെഷൻ എങ്കിലും ഞാൻ ഇവനു വേണ്ടി ചെയ്യണം. നീ മിണ്ടരുത്. എന്താന്ന് വെച്ചാൽ സുഹൃത്ത് ബന്ധത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് ഒരു അർഹതയും ഇല്ല നിഖിൽ. നിങ്ങളുടെ സുഹൃത്ത് ഇവിടെ ഇല്ലല്ലോ, പിന്നെ പോലീസിനെ വിളിക്കൂ. എന്നിട്ട് പറയൂ 2 കള്ളന്മാരെ കിട്ടിയെന്ന്. Yeah, 1 minute. ഹലോ, ഞാൻ അഡ്വക്കേറ്റ് ജനാർദ്ദനാണ് സംസാരിക്കുന്നത്. ഇവിടെ എൻ്റെ ഓഫീസിൽ 2 കള്ളന്മാർ കയറിയിട്ടുണ്ട്. ഇവർ നമ്മുടെ ചില ലീഗൽ ഡോക്യുമെന്റ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചു. അതെ അതെ അതെ, ഇത് വളരെ ഹൈ പ്രൊഫൈൽ കേസാണ്. നിങ്ങൾ വേഗം വരൂ പ്ലീസ്. യാ താങ്ക് യു. ഓക്കെ. അച്ഛമ്മ പ്രിയേച്ചി ഒറ്റയ്ക്ക് വിടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചേച്ചി ഇനി എന്തെങ്കിലും പ്രോബ്ലത്തിൽ പെട്ടുപോയാലോ? അവള് വാശിക്കാരിയാണെന്ന് നിനക്കറിയാലോ. ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക്
അവൾ ആഗ്രഹിക്കുന്നത് ഇനി ആർക്കും ഒരു അപകടവും ഉണ്ടാവരുതെന്നായിരിക്കും. ടെൻഷൻ അടിക്കണ്ട. ഇപ്പോ അവൾ പഴയതിനേക്കാൾ സ്ട്രോങ് ആയിരിക്കുന്നു. സ്ട്രോങ്. അച്ഛമ്മേ, അച്ഛമ്മ പ്രിയ വല്ല കണ്ടിരുന്നോ? ആ ചേച്ചി കുറച്ചു മുന്നേ വന്നിരുന്നു, എന്നിട്ട് പോവുകയും ചെയ്തു. ഇനി വീട് വിട്ടങ്ങനെ പോയോ? അവളിപ്പോ എവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അതെ, ഏട്ടൻ മറന്നുപോയോ ചേച്ചി ഇവിടുത്തെ ഓണറാണെന്ന്? അപ്പൊ ചേച്ചി എവിടെങ്കിലും പോകുമ്പോ നമ്മളോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? പോരാഞ്ഞിട്ട് ചേച്ചിയുടെ അഹങ്കാരമാണെങ്കിലേ. ഞാൻ അവളുടെ കുറ്റം കേൾക്കാനല്ല വന്നത്, ചോദിച്ചതിന്റെ മറുപടി പറയും. പിന്നെ ഇത്രയും രാത്രിയായിട്ട് നിങ്ങളെന്തോ ഉറങ്ങാത്തെ? ഞാൻ വന്നപ്പോ നിങ്ങളെന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തോ ഒളിക്കുന്ന പോലെ. ഞങ്ങൾ എന്ത് വിളിക്കാനാ ഏട്ടനോട്? നീ ഇവിടെ എന്തെടുക്കുവാ ഈ രാത്രിയില്? അതെനിക്ക് ഓർക്കം വന്നില്ല. അപ്പൊ ഞാൻ കരുതി അച്ഛമ്മ ഉണർന്നിരിക്കുവാണെങ്കിൽ അച്ഛമ്മയോട് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്ങനെ. ആ, എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഞങ്ങള് വെറുതെ ഇവിടെ ഇരുന്ന് അതും ഇതൊക്കെ പറയായിരുന്നു. ഇവരെന്തോ ഒളിക്കുന്നുണ്ടല്ലോ, ഒരു ചുറ്റിക്കളി മണക്കുന്നുണ്ട്. വരൂ വരൂ മിസ് പ്രിയ, നിന്റെയും കൂടെ കുറവുണ്ടായിരുന്നു. പോലീസിനെ ഫോൺ ചെയ്യൂ, എന്നിട്ട് പറയൂ കള്ളന്മാരുടെ ലീഡർ വന്നു. ഈ മോഷണത്തിന്റെ മാസ്റ്റർ മൈൻഡ്. ഹലോ മിസ് പ്രിയ മാഡം, എന്ത് കാണാൻ വന്നതാ? ഇവിടെ പ്രണവിനെയും ആകാശിനെയും പറഞ്ഞയച്ച കാര്യം സക്സസ് ആയി ഒന്ന് നോക്കാൻ വന്നതാണോ? വെൽ, നീ തന്നെ കണ്ടോളൂ. ഇവരുടെ മുഖം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിന്റെ ഈ പ്ലാനും ഫ്ലോപ്പായിന്ന്. നീ എത്ര തവണ തോൽക്കും? ഇനിയെങ്കിലും തോൽവി സമ്മതിച്ചൂടെ? നിഖിൽ, നിനക്കറിയോ, ഇന്ന് രാവിലെ പ്രിയ എന്നോട് പറയാ എന്റെ കല്യാണം നടക്കില്ലാന്ന്. ഞാൻ ഇവളെ കൊണ്ട് സിഗ്നേച്ചർ ഇടിയിപ്പിച്ച പോലെ ഇവൾ എന്റെ കല്യാണം മുടക്കുമെന്ന്. പ്രിയ, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു, തോൽക്കുന്നവർ വിജയം എപ്പോഴും സ്വപ്നം കാണേ ഉള്ളെന്ന്. ഒരിക്കലും വിജയിക്കില്ല. നിന്റെ ഈ കള്ളന്മാർ പിടിക്കപ്പെട്ടു. ദാ ഇപ്പോ പോലീസ് ഇവിടെ എത്തും. ഐ വിഷ് അബി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ എല്ലാ കൺഫ്യൂഷൻസും ഗിൽറ്റിയും അതെല്ലാം മാറിയനെ. നിഖിൽ, പിന്നൊരു കാര്യം, ഞാൻ ഇന്ന് രാവിലെ കല്യാണത്തെക്കുറിച്ച് അബിയോട് സംസാരിച്ചു. അവൻ വളരെ വിഷമത്തിലായിരുന്നു, വളരെ ഗിൽറ്റി ഫീലിംഗിലായിരുന്നു. കാരണം അവൻ പ്രിയെ ചതിച്ച് ഒപ്പ് വാങ്ങിയത് കൊണ്ട്. പക്ഷെ അവനെപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ, ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ, അതായത് അവന്റെ വിശ്വസ്തരായ ഈ 3 പേർ മോഷണവും ചെയ്യുമെന്ന് അവൻ മനസ്സിലാക്കിയേനെ. ഐ എം ഷുവർ അവൻ ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ അവന്റെ മനസ്സിലെ മുഴുവൻ ഭാരവും ഇല്ലാതായനെ. അവൻ ഇതൊക്കെ റിയലൈസ് ചെയ്തേനെ. കള്ളം പറയുന്ന ആളുകൾ, ചതിക്കുന്നവർ, മോഷ്ടിക്കുന്നവർ, ഇവരെയൊന്നും ചതിച്ചതിൽ ഒരു തെറ്റുമില്ലാന്ന്. ഇപ്പൊ തന്നെ അവനെ വിളിക്കാം. ഇത് വളരെ നന്നായല്ലേ? ഒരു വശത്ത് ചതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ, മറുവശത്ത് കള്ളനായ സുഹൃത്ത്, പിന്നെ അവന്റെ കൺഫ്യൂസ്ഡ് ആയ കസിൻ ബ്രദർ. ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും അറിയാത്തവൻ. ശരിയാ, വിവാഹം, ഫ്രണ്ട്ഷിപ്പ്, ബ്ലഡ് റിലേഷൻ, ഇത് 3 ചതിയരായി. One minute. നീ എന്താ ചെയ്യുന്നേ? ഭ്രാന്തായോ നിനക്ക്? പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നീ എന്തിനാ ഫോൺ കട്ടാക്കിയേ? ഇന്ന് അബിയുടെ മുന്നിൽ എല്ലാവരുടെ സത്യാവസ്ഥ കൊണ്ടുവരണം. ഒരുപാട് സന്തോഷം വരുമ്പോ നിന്റെ തലച്ചോറ് വർക്കാവില്ല. അബി എങ്ങാണ് ഇപ്പൊ ഇവിടെ വന്നാ അവര് 3 പേര് മാത്രമല്ല കുടുങ്ങുന്നത്, എല്ലാരും കുടുങ്ങും. എല്ലാരും എന്ന് വെച്ചാൽ നീ, ഞാൻ, ആലിയ, അങ്ങനെ എല്ലാവരും. ഡു യു അണ്ടർസ്റ്റാൻഡ്? നീ എന്താ പറയുന്നേ? പിടിക്കപ്പെടുന്നത് അവര് 3 പേരുവാ, നമ്മൾ എങ്ങനെ കുടുങ്ങുന്നേ? താനു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി. നീ അബി ഇവിടെ വന്നാൽ മുഴുവൻ കാര്യവും അവന് മനസ്സിലാവും. ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഈ മോഷണം മാത്രമല്ല, ഇവരവന്റെ മുന്നിൽ നാണം കെടും, അത് സത്യമാണ്. പക്ഷെ നിന്റെ അവസ്ഥ എന്താന്ന് ചിന്തിച്ചോ? നീ ഇവിടെ പ്രിയെ എക്സ്പോസ് ചെയ്താ അവർ തിരിച്ച് നിന്റെ കാര്യങ്ങളെല്ലാം അബിയോട് പറഞ്ഞാ പിന്നെ നീ എന്ത് ചെയ്യും? ഹാവ് യു തോട്ട് അബൌട്ട് ഇറ്റ്?
പ്രിയ അവനോട് നിന്നെയും എന്നെയും ആലിയെയും കുറിച്ച് പറഞ്ഞാൽ നീ പിന്നെ എന്ത് ചെയ്യും? നീ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നീ എന്താ അത് മറന്നു പോകുന്നേ? പ്രിയയുടെ ഡിവോഴ്സ് കാരണം നിനക്ക് ലാഭമാണ്. പക്ഷേ ആകാശം പ്രണവ് ജയിലിൽ പോയാൽ നിനക്കെന്ത് കിട്ടാനാ? നീ അവരെ കൊടുക്കാൻ ശ്രമിച്ചാ അവർ തിരിച്ച് നിന്നെ കൊടുക്കും. കൂടുതൽ പ്രശ്നമാവും അതൊക്കെ. അവരബിയോട് എന്ത് പറയാനാ? എന്ത് തെളിയിക്കും അവര്? എന്ത് വേണമെങ്കിലും. അബിക്ക് ഡൗട്ട് ഉണ്ടാവാൻ ഇത് മാത്രം മതി. ആർക്ക് വേണമെങ്കിലും അത് തെളിയിക്കുകയും ചെയ്യാം. തനു, നിഖിൽ പറയുന്നത് ശരിയാ. ആലിയ, നീ എവിടെയായിരുന്നു? എന്താ അകത്തേക്ക് വരാത്തെ? ഒരു ഇമ്പോർട്ടന്റ് കോൾ വന്നത് കാരണം ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു. പക്ഷെ അകത്ത് നടക്കുന്നതൊന്നും ശരിയല്ല തനു. ഐ മീൻ, നീ അവരെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നീ എക്സ്പോസ്ഡ് ആയല്ലോ. അപ്പൊ പിന്നെ ഇറ്റ് വോണ്ട് ബി റൈറ്റ്. മറ്റുള്ളവരുടെ ദേഹത്ത് ചെളിവാരി തിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക തനു. അത് നമ്മുടെ പുറത്തും വീഴാം. തനു, ഞാനിവിടെ ഉണ്ട്, ആലി ഇവിടെ ഉണ്ട്. അബി ചോദിക്കില്ലേ അബിയുടെയും പ്രിയയുടെയും ഡിവോഴ്സ് പേപ്പറിന്റെ കാര്യത്തിൽ ആലിക്കും എനിക്കും എന്താണ് ബന്ധമെന്ന്? നീ ഇത് മനസ്സിലാക്ക്. ആലിയും ഞാനും ഈ ഡിവോഴ്സിന് വേണ്ടി നിന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി അവന് ദേഷ്യം വരാൻ. പിന്നെ ഈ ഡിവോഴ്സ് കേസ് അവൻ സ്റ്റേ ചെയ്തെന്നും വരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമല്ലേ? അവസാന നിമിഷം എല്ലാം കുളമാക്കണോ? നിനക്ക് മനസ്സിലാവുന്നില്ലേ തനു അവൻ പറയുന്നത് എന്താണ്? തനുവിന്റെ മിസ് കോൾ ആണല്ലോ. ഈ രാത്രിയിൽ എന്താ? അബിയുടെ ഫോൺ. ഹലോ തനു, നീ എന്നെ വിളിച്ചിരുന്നോ? നീ എവിടെ ഇപ്പോ? അത് ഞാൻ തനു, രാത്രി 2 മണിയായി. ആലിയില്ല. ഈ വീട്ടിൽ എന്താ നടക്കുന്നേ? ബട്ടർ സ്കോച്ച്. എനിക്ക് ബട്ടർ സ്കോച്ച് തിന്നാൻ തോന്നി. നീ ഉറങ്ങിയത് കാരണം ഞാൻ ആലിയയ്ക്കൊപ്പം പുറത്തേക്ക് വന്നു. ഈ രാത്രിയിൽ ഏത് കടയാ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത്? അത് ഐസ്ക്രീം പാർലർ അല്ല, 5 സ്റ്റാർ ഹോട്ടലാണ് അബി. 5 സ്റ്റാർ ഹോട്ടലിൽ എപ്പോ വേണേലും എന്തും കഴിക്കാലോ. ഇവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. ശരി, നീ എവിടെയാന്ന് പറ, ഞാനും വരാം അങ്ങോട്ട്. നീ എന്താ, എനിക്ക് ഐസ്ക്രീം കഴിച്ചൂടെ? പക്ഷേ അബി, നീ തനു, ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണം. ഞാൻ അച്ഛമ്മയോടും രജനിയോടും പ്രിയ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും. ഞാൻ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറാൻ നോക്കുക. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയണ്ടേ തനു? നീ എവിടെ ഇപ്പോ? അബി, എന്റെ ഐസ്ക്രീം തീർന്നു. ഞാൻ ഇപ്പൊ തിരിച്ചു വരുവാ. നീ ഇങ്ങോട്ട് വരണ്ട. ഞാൻ എന്തായാലും അങ്ങോട്ട് വരുവാ. സത്യം, ഞാൻ ഇവിടുന്ന് ഇറങ്ങി. എനിക്ക് ഉറക്കം വരുന്നു. നീ വന്നിട്ട് എന്തിനാ? ഞാൻ ഫോൺ വെക്കുക. ബൈ, ഗുഡ് നൈറ്റ്. ഉറപ്പായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഇവരൊക്കെ എന്തോ ഒളിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. പക്ഷെ അതിന് മാത്രം എന്താ ഒളിക്കാനുള്ളത്? എങ്ങനെ ഇത് കണ്ടുപിടിക്കുക? പ്രിയേച്ചി, എനിക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. ചേച്ചി, ഐ എം റിയലി സോറി. ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് പകരം ഞാൻ വീണ്ടും പ്രോബ്ലംസ് ഒക്കെ കൂട്ടുക ചെയ്തത്. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അതെ ഏട്ടത്തി, ആവേശത്തിലെല്ലാം കയ്യിന്ന് പോയി. പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് നേരെ ചിന്തിച്ച പോലുമില്ല. നമ്മുടെ തെറ്റാണ് ഏട്ടത്തിക്ക് സ്റ്റുപ്പിഡ് തനുവിന്റെ വായിലിരിക്കുന്നെല്ലാം കേൾക്കേണ്ടി വന്നു. നിങ്ങളിങ്ങനെ ക്ഷമ ചോദിച്ച് സ്വയം ചെറുതാകണ്ട. നിങ്ങൾ നാണക്കേടൊന്നും വിചാരിക്കുകയും വേണ്ട. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത് തന്നെ എന്നെ സ്വന്തമായി കരുതുന്നോണ്ടല്ലേ. എന്റെ ബുൾബുൾ ആയിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യുമായിരുന്നുള്ളൂ. എന്റെ ഈ യുദ്ധത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം തന്നെ എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ? ആൻഡ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പക്ഷേ ഇനി മതി. കൂടുതൽ ആപത്തൊന്നും നിങ്ങൾക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സ്വന്തം ജീവൻ പോലും മറന്ന് എന്നെ സഹായിച്ചു. എന്നെ രക്ഷിക്കാനേ നിങ്ങൾ എന്നെ ശ്രമിച്ചിട്ടുള്ളൂ.